ഗ്രീസറാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾ നല്ല പവറായിട്ട് പഠിക്കുക. ഇനിയും വെറും 5 ദിവസങ്ങൾ കൂടിയുള്ള പരീക്ഷയ്ക്ക് നല്ല പട്ടക്കനായിട്ട് പഠിക്കണം. നല്ല പവറും എനർജിയൊക്കെ ആയിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കുക. എത്ര സമയം വേണമെങ്കിലും പഠിക്കാം. 12 മണിക്കൂർ വരെ പഠിക്കുന്ന ടൈം ടേബിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കിടന്ന് നിങ്ങൾക്ക് ഉറങ്ങുകയും റിലാക്സ് ചെയ്യും, പാട്ട് പാടുകയും സിനിമ കാണുകയും ഒക്കെ ചെയ്താൽ പോലും നമുക്ക് ഒരു ദിവസം 12 മണിക്കൂറൊക്കെ പഠിക്കാനുള്ള ടൈം ടേബിളൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. യൂട്യൂബിൽ നമ്മുടെ ഗ്രീഷ് ഫിസിക്സ് എന്ന് പറയുന്നതിനകത്ത് കിടപ്പുണ്ട്. വളരെ ഈസി ആയിട്ട് പഠിക്കാം. അതുകൊണ്ട് നിങ്ങളെ തളർത്താൻ ആർക്കും പറ്റത്തില്ല. നിങ്ങൾ നല്ല പവറായിട്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ കുട്ടികൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ട്രാൻസ്ഫോമറിലെ കണക്കുകൾ ചെയ്യുന്നില്ലേ? നമ്മൾ പലപ്പോഴും ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ കണക്കുകൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ. അന്നേരം ട്രാൻസ്ഫോമറിന്റെ കണക്കുകൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ട്രാൻസ്ഫോമറിലെ കണക്കുകൾ. പ്രോബ്ലംസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ചങ്ക് എന്ന് പറയുന്ന അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ആദ്യം തന്നെ നിങ്ങൾ പാട്ട് പോലെ അങ്ങ് പഠിക്കുക. VS/VP ഈക്വൽ NS/NP ഈക്വൽ IP/IS. ഇനി നിങ്ങൾക്ക് ഓരോ ലെറ്റർ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. VS നിങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നു. VS/VP is equal to NS/NP is equal to IP/IS. VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജ്. VP എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ്. S എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയും P എന്ന് പറഞ്ഞാൽ പ്രൈമറിയും ആണ്. NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം. NP എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. IP എന്ന് പറഞ്ഞാൽ പ്രൈമറി കറന്റ്. I എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്. IS സെക്കൻഡറി കറന്റ്. ഇനി നമുക്ക് ഇതങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ദി കറന്റ് ഇൻ ദി സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 1 ആംപിയർ ആൻഡ് ദാറ്റ് ഓഫ് പ്രൈമറി ഈസ് 0.5 ആംപിയർ. അന്നേരം കറണ്ട് തന്നിട്ടുണ്ട്. പ്രൈമറിയിലും സെക്കൻഡറിയിലും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നോക്കി, കറന്റ് ഇൻ ദി സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ. അന്നേരം കറണ്ട് സെക്കൻഡറിയിലെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. കറണ്ട് I ആണ്. സെക്കൻഡറി ആകുമ്പോൾ ശ്രദ്ധിച്ചേ, IS എന്ന് പറയുന്നത് എത്ര ആണ്? 1 ആംപിയർ തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഓഫ് പ്രൈമറി ഈസ് എന്ന് പറഞ്ഞാൽ IP തന്നിട്ടുണ്ട് 0.5 ആംപിയർ. കണ്ടോ, കറണ്ട് എല്ലാം തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ആണ്, ഇഫ് 200 വോൾട്ട് ഈസ് അവൈലബിൾ ഇൻ ദി സെക്കൻഡറി കോയിൽ എന്ന് പറഞ്ഞാൽ 200 വോൾട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. സെക്കൻഡറി കോയിൽ എന്ന് പറഞ്ഞാൽ VS തന്നിട്ടുണ്ട്. എത്ര? 200 വോൾട്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദി വോൾട്ടേജ് ഇൻ ദി പ്രൈമറി എന്നുള്ളതാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? VP ആണ് കണ്ടുപിടിക്കേണ്ടത്. കേട്ടോ, ഇത്ര എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറി പ്രളയം പോയി വന്നു വരും. അത് നമ്മൾ പ്രോബ്ലം പേടിക്കുക വേണ്ട. ഇനി നമ്മൾ എങ്ങനെ ചെയ്യണ്ടേ? ഇപ്പം നമുക്ക് VS ഉം VP ഒക്കെയാണ്, IS IP ഒക്കെയാണ്. നമുക്ക് ഈ ഇക്വേഷൻ മൊത്തം എടുക്കണോ? വേണ്ട. VS/VP is equal to നോക്കി, VS/VP is equal to നമ്പർ ഓഫ് ടേൺസ് ഒന്നും തന്നിട്ടില്ല. എന്നാൽ ഇത് മാറ്റാം, ഇപ്പുറത്തേക്ക് എടുക്കാം. IP/IS. അതിന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കണ്ടേ? VP അല്ലേ കണ്ടുപിടിക്കണ്ടേ? ശ്രദ്ധിച്ചോണേ. VP is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, VS into IS by IP. VP is equal to VS എന്ന് പറഞ്ഞാൽ 200 ആണ് into IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് by IP എന്ന് പറഞ്ഞാൽ 0.5 ആണ്. VP is equal, ഇതിന് കാൽക്കുലേറ്റർ ആവശ്യമുണ്ടോ? 200 by 0.5 എന്ന് പറഞ്ഞാൽ 400 ആണ്. 400 ആണ്. പക്ഷേ 400 മാത്രം എഴുതി, 400 മാത്രം എഴുതിയാൽ നമുക്ക് മൊത്തവും മാർക്ക് കിട്ടുമോ? ഇല്ല. അതിന്റെ യൂണിറ്റ് നിർബന്ധമായിട്ട് എഴുതിക്കണം. അന്നേരം യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. 400 വോൾട്ട്. അന്നേരം ഇതാണ് നമ്മുടെ പ്രധാനമായ VP എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 400 വോൾട്ട്. ഇത്ര എന്ത് എളുപ്പത്തിൽ നമ്മൾ ചെയ്തില്ലേ? ഈ ഇക്വേഷൻ ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ് അല്ലേ? ചങ്ക് ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ അങ്ങോട്ട് ചെയ്യുക. തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
കൃത്യമായിട്ട് ഉത്തരം കിട്ടും. നല്ല വൃത്തിയായിട്ട് ചെയ്യുക. ഗുണിക്കാനും ഹരിക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ വാ. അടുത്ത ട്രാൻസ്ഫോമറിന്റെ മറ്റൊരു കണക്കാണ്. ഇനിയിപ്പോ നിങ്ങൾ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ആ ഒരു മാസത്തോടുകൂടി ഫീലോടുകൂടി ഇരിക്കുകയാണ്. രണ്ടാമത്തെ പ്രോബ്ലം ഈസി ആയിട്ട് പഠിച്ചോണം കേട്ടോ. നിങ്ങൾ വലിയ സംഭവമേ അല്ല. നമ്മൾ ഇതിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് പഠിക്കണം കേട്ടാ. അടുത്തതിലേക്ക്. ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 50 ആൻഡ് 150 റെസ്പെക്റ്റീവ്ലി. എന്ന് പറഞ്ഞാൽ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും ചുരുളുകളുടെ കോയിലുകളുടെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. 50ഉം 150ഉം തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി? അതാണ് സെക്കൻഡറിയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് 25 വോൾട്ട് AC സപ്ലൈഡ് ഇൻ ദി പ്രൈമറി. പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട്, സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കണം. സെക്കൻഡറി വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അത് മനസ്സിലാക്കുക. പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. നമ്മൾ കൊടുക്കുന്നതാണ്, നമുക്ക് കിട്ടുന്നതാണ് ഔട്ട്പുട്ട്. അത് ഓർത്തിരിക്കുക. അന്നേരം നമുക്ക് ഓരോന്നോരോന്ന് എഴുതാൻ നല്ല വൃത്തിയായിട്ട്. ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി N പ്രൈമറി NP എന്ന് പറയുന്നത് 50 ആണ് തന്നിട്ടുണ്ട്. സെക്കൻഡറി തന്നിട്ടുണ്ട്. NS എന്ന് പറയുന്നത് 150 ആണ്. What will be the output voltage in the secondary if 25 volt AC supplied in the primary? എന്ന് പറഞ്ഞാൽ VP തന്നിട്ടുണ്ട് 25 വോൾട്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാവം നമ്മുടെ VS ആണ്. സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ എടുത്താൽ മതി. VS by VP is equal to NS by NP. ഇങ്ങനെ എഴുതേക്കാം. VS by VP equal NS by NP. എന്ത് രസമുണ്ട് അല്ലേ? ഇനി VS ന് വരെ എന്ത് കൊടുക്കാം? VS ആണ് കണ്ടുപിടിക്കേണ്ടത്. VS ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. VS is equal to VP into NS by NP. VS is equal to VP into NS. Cross multiply VP into NS by NP. ഇനി VS is equal to VP ക്ക് വരെ നമുക്ക് 25 into NS ന് വരെ നമുക്ക് 150 divide by NP ക്ക് വരെ നമുക്ക് 50. അതായത് നമ്മള് ഒരു സീറോയും ഒരു സീറോയ്ക്കും വേണ്ടി പോയി നിങ്ങൾ ശരിക്കും നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് 75 എന്ന് കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞു 75 എന്ന് മാത്രം എഴുതിയാൽ ശരിയാണോ? അല്ല, അതിന്റെ യൂണിറ്റ് കൂടെ എഴുതിയേക്കണം. യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട്. എന്ന അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്രയും നാള് ഈ ട്രാൻസ്ഫോമറിന്റെ കണക്ക് ഇത്രയും പാടാന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു? അടിപൊളിയല്ലയോ? അടുത്ത പ്രോബ്ലം ചെയ്യാവേ? തുടങ്ങണ്ടെന്നോ? ഓക്കെ. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നേരത്തെ ഉള്ള മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളിൽ ഒരു ട്വിസ്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചാണ്. നമുക്ക് ഈ മുൻവർഷത്തെ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യിപ്പിച്ചതൊക്കെ. അത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇത് ഇച്ചിരി ട്വിസ്റ്റ് ഉണ്ട്. നമ്മളിങ്ങനെ എളുപ്പത്തിൽ കാണിപ്പിച്ചിട്ട് പറ്റിച്ചത് അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോമർ റോളാണ്. നമുക്ക് നോക്കാം. ദി ഡീറ്റെയിൽസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഗിവൺ ബിലോ. അവിടാണ് ഇവരുടെ കളിപ്പിരിക്കുന്നത്. അറിയോ? ട്രാൻസ്ഫോമറിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞ രണ്ട് കോളമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയുടെ 4000 ആണ്, 4000 ആണ്. അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 240 ആണ്. സെക്കൻഡറിയുടെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 200 ആണ്. അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദി സെക്കൻഡറി വോൾട്ടേജ്? സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഈ സെക്കൻഡറി വോൾട്ടേജ് അല്ല, നമുക്ക് പുത്തനായിട്ട് സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കണം. എന്തൊരു പറഞ്ഞേക്കുന്നേ? ഇഫ് യു ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ് ഫ്രം 200 to 300 എന്ന് പറഞ്ഞാൽ ആ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് 200-ൽ നിന്ന് 300-ലോട്ടാകും. 200 ആയപ്പോ അവിടുത്തെ വോൾട്ടേജ് 12 വോൾട്ട്. 200-ൽ നിന്ന് 300-ലോട്ട് ടേൺസ് മാറ്റുമ്പോൾ അവിടെ കിട്ടുന്ന സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കണം. കണ്ടോ? അതാണ് ഒരു ക്വസ്റ്റ്യന്റെ ബ്രില്യൻസ്. അത് പൊളിയാണ് അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം.
ഒരു തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് എഴുതാം. പ്രൈമറിയുടെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ NP ഈക്വൽ എത്രയാണ്? 4000, 4000. സിമ്പിൾ. ഇനി വോൾട്ടേജ്, പ്രൈമറിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് VP എന്ന് പറഞ്ഞാൽ 240 വോൾട്ട്. ഇനി ശ്രദ്ധിക്കണം, നമ്പർ ഓഫ് ടേൺസ് 200 നിന്ന് 300 സെക്കൻഡറിയുടെ എന്ന് പറഞ്ഞാൽ NS എന്ന് പറഞ്ഞാൽ 300 ആക്കി. അന്നേരമുള്ള സെക്കൻഡറി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള VS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ സ്ഥിരം ഇക്വേഷൻ ഏതാണ്? VS by VP equal NS by NP. സൂപ്പർ അല്ലേ? അതിൽ നിന്ന് VS ഒന്ന് കണ്ടുപിടിച്ച് VS is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് VP into NS by NP. VS is equal to VP ക്ക് പകരം എത്ര കൊടുക്കുക? 240 into NS ന് പകരം 300 by NP ക്ക് പകരം 4000. ഈ 2 0, ഈ 2 0 വെട്ടി, ഈ ഒരു 0 വെട്ടി, ഈ ഒരു 0 വെട്ടി. നമ്മൾ വെട്ടി കളിച്ചങ്ങ് റെഡിയാക്കി. അന്നേരം ഇതിന്റെ ഉത്തരം ഞാൻ ഇങ്ങോട്ട് അങ്ങ് എഴുതാം. ഇങ്ങോട്ട് കേട്ടോ. അന്നേരം VS is equal to 24 ഗുണം 3 by 4 അല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് VS is equal to 18 വോൾട്ട്. 18 വോൾട്ട്. അന്നേരം സിമ്പിൾ ഹമ്പിൾ സാധനമാണ്. ഇങ്ങനെ വേണം. ഇതൊരു ടെസ്റ്റ് പ്രോബ്ലം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊരു ചെറിയ വ്യത്യാസം വലിയ ട്രാൻസ്ഫോമറിൽ ഇച്ചിരി കൊണക്ഷൻ പിടിച്ച പ്രോബ്ലം ചോദിക്കത്തുള്ളൂ. അതൊക്കെ നമ്മൾ അങ്ങ് സിമ്പിൾ ആയിട്ട് അങ്ങ് പഠിക്കും. ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇനി ട്രാൻസ്ഫോമറിലെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാറേ ഡൗട്ട് ഉണ്ട്, ഈ പ്രോബ്ലം ഡൗട്ട് ഉണ്ട്, ഇത് ഒന്നുകൂടെ ചെയ്യിപ്പിക്കണം. ട്രാൻസ്ഫോമർ പ്രോബ്ലം ഇനി ഇത് ഒന്നുമില്ല, ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ല. ഇക്വേഷൻ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് VS by VP is equal to NS by NP is equal to IP by IS. ഈ ഇക്വേഷൻ കൊണ്ട് മനസ്സിനെ കൊണ്ട് തറപ്പിച്ചാൽ എല്ലാം പടപടാന്ന് വരും. നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡേറ്റയിൽ നല്ല വൃത്തിയായിട്ട് എഴുതുക, ഇക്വേഷൻ കൊണ്ട് എഴുതുക, അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. കാരണം ഇനി ട്രാൻസ്ഫോമറിന്റെ പ്രോബ്ലം പാടാണെന്ന് പറഞ്ഞിരിക്കരുത്. നല്ല അടിപൊളിയായിട്ട് ചെയ്യുക. കാരണം ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ, സീ യു. ഓക്കെ.